എത്തിക്കൊള്ളണം, കേട്ടല്ലോ? എന്റെ സീതേ, നീ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളോണ്ടൊന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. എങ്കിലും അല്ല, എത്ര പേരുണ്ട്? ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ വീട്ടിന്ന് അമ്മയും അനിയനും അച്ഛനും വരുന്നുണ്ട്. അമ്മേ, ആ നിങ്ങൾ ഇവിടെ എത്തിയോ? അതമ്മേ, പാത്തൂന് എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു വന്നാ. അല്ല, എന്തായി? അവരൊക്കെ വന്നോ? ഓ, അവരെ അളവെടുത്ത് പോയമ്മേ. എന്തളവ് സീതേ? ആ, അത് ഞാൻ പറയാൻ മറന്നതാ സൈന. നാളെ പരിപാടിക്കിടാൻ മക്കൾക്ക് എല്ലാവർക്കും ഡ്രസ് എടുക്കുന്നുണ്ട്. ഉമ്മച്ചി, ഇച്ചു കൊടുക്കണ്ടേ? എന്തിനാ സീതേ അതൊക്കെ? സൈനത്താ, അതെ ഞങ്ങളെ ആന്റിന്റെ ഗിഫ്റ്റാ എല്ലാവർക്കും. അതെ സൈന, അവളാ എടുക്കുന്നേ. അവള് തിരിച്ചു പോവല്ലേ? അവളെ സന്തോഷത്തിന് തറവാടിന്റെ പാലുകാച്ചില് അവള് വന്നിട്ടാക്കാന്ന് പറഞ്ഞു നിൽക്കായിരുന്നു. പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത്ര പെട്ടെന്ന് അവള് പോണതും ഞങ്ങൾ ഓർത്തില്ല. ഞങ്ങൾ മാത്രല്ല, അവളും ഓർത്തില്ല. പെട്ടെന്ന് ഹസ്ബൻഡിന്റെ അമ്മക്ക് സുഖമില്ലാണ്ടായേ. അപ്പൊ അമ്മ പറഞ്ഞു അവള് പോണേന്റെ മുന്നേ നമുക്ക് ചെറിയ പരിപാടി വെക്കാന്ന്. ഞങ്ങളെ വീടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ വീടിന്റെ പാലുകാച്ചലാക്കി. അത് നമുക്ക് എല്ലാവർക്കും ചെറുതായി ആഘോഷിക്കാം. അന്നക്ക് നല്ല ഇഷ്ടാ ഓണം. അവക്ക് ഇത്തവണയും ഓണം കൂടാൻ കഴിഞ്ഞില്ല. അപ്പൊ അമ്മ പറഞ്ഞ് അതേ രീതിയിൽ നടത്താ എന്നാ. സദ്യയും പട്ടുപാവാടയും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടാവും. ഗെയിംസ് മാത്രമല്ല അമ്മേ, ഞങ്ങളെ ഡാൻസും ഉണ്ട്. ആഹാ, അത് കൊള്ളാലോ. അല്ല, മക്കളെ ഡാൻസ് പഠിച്ചോ? നാളെയല്ലേ പരിപാടി? ആ, ഞങ്ങൾ പഠിക്കാൻ പോവാ സീനത്താ. അല്ല, നന്ദൂട്ടൻ എത്തിയില്ലല്ലോ? ഇല്ലമ്മേ, അവന് വന്നില്ല. അവന് എവിടെ സീതേ? ആ, അവന് കൃഷ്ണേട്ടന്റെ കൂടെ സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. ഇജ്ജ് ഇവിടെ ഇങ്ങനെ നിക്കല്ലേ പാറൂസി, വാ നമുക്ക് പോണ്ടേ. അവര് നമ്മളെ വെയിറ്റ് ചെയ്യായിരിക്കും. എന്നാ ശരി സീന, ഞാൻ ഇറങ്ങാ. എടി, നമ്മൾ സംസാരിച്ചിരുന്നപ്പോ ഞാനത് വിട്ടു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതൊന്നും വേണ്ട, അത് പറഞ്ഞാ പറ്റത്തില്ല. ഇപ്പൊ വേണ്ടടാ, ഇനി അവിടെയൊക്കെ പോവാനുള്ളതല്ലേ. പിന്നെ പണിയൊന്നും കഴിഞ്ഞിട്ടുമില്ല. കുറെ അലക്കാനുണ്ട്. ഇനിയിപ്പോ നാളെ അതിന് കഴിയത്തില്ലല്ലോ. എന്നാ ശരി, പറഞ്ഞ പോലെ നേരത്തെ തന്നെ എത്തിക്കൊള്ളണം. ആദ്യം ജന്നെ തുടങ്ങിയോട് പാറു. എനിക്കൊന്നും അറിയാൻ മേല. അല്ല ചേച്ചി, ഗ്രൂപ്പ് ഡാൻസ് അല്ലേ? ആ, അതെ. എന്നാ നമുക്ക് എല്ലാവർക്കും തുടങ്ങാം. പാത്തു, പാറൂസ്, കൺമണി, മീനൂട്ടി, നിങ്ങളൊക്കെ ഫ്രണ്ടിൽ നിൽക്കണം. ഞാനും ആവണേച്ചിയും തുമ്പി നിങ്ങളെ ബാക്കിൽ നിൽക്കും. അപ്പോ അന്നേച്ചി ഇല്ലേ? ആ, അന്നേച്ചി ഉണ്ടാവും ബാക്കിൽ. ആ, എന്നാ എല്ലാരും ഫസ്റ്റ് റെഡിക്ക് നിൽക്കി. ആ, പാറൂസ് തുമ്പിന്റെ ബാക്കിൽ നിൽക്ക്. ആ, മീനൂട്ടി കുറച്ച് അങ്ങോട്ട് നീങ്ങ്. ആ, മതി മതി. അല്ല, ആവണേച്ചി എന്താ അവിടെ പോയി നിൽക്കുന്നേ? ആവണേച്ചി വാ, നീ പഠിപ്പിച്ചാ മതി ദേവു. അത് പറഞ്ഞാ പറ്റില്ല. ആവണേച്ചിന്റെ അത്രക്കൊന്നും എനിക്കറിയത്തില്ല. ആവണേച്ചി പഠിപ്പിച്ച് താ ചേച്ചി. ചേച്ചി നല്ല ഡാൻസർ അല്ലേ? മതി മതി തള്ളിയത്. അല്ല, സോങ് സെലക്ട് ചെയ്യണ്ടേ? ആ, വേണം. നമുക്ക് മിക്സഡ് എടുത്താലോ? ആ, എന്നാ അങ്ങനെ എടുക്കാം. ചേച്ചി, കാവലയ്യുവാണേ. എന്ത്? അത് പിന്നെ ദേവേച്ചി, കാവലയ്യ ഡാൻസ് വേണമെന്ന പാറസ് പറഞ്ഞേ. ഓഹോ, അങ്ങനെ. നിങ്ങൾ ഇവിടെ ഡാൻസ് ഒക്കെ തുടങ്ങിയോ? ആ, തുടങ്ങി സച്ചേട്ടാ. നാളെയല്ലേ പരിപാടി? ടൈം ഇല്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്താ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ഓ, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതായിരിക്കും. ഞങ്ങൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതല്ല. ഇത് ഉണ്ണിക്കുട്ടന്റെ വീടല്ലേ. ഞങ്ങൾ ഒരു ആവശ്യത്തിന് വന്നതാ, അല്ലാതെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതൊന്നുമല്ല. വെറുതെ ഒരു ആവശ്യം പറഞ്ഞു വന്നതായിരിക്കും. എന്നാ അങ്ങനെ തന്നെ കരുതിക്കോ. ഡാളിയാ, മതി വാ. ആവണേച്ചി എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അവരെന്തോ ആവശ്യത്തിന് വന്നതാവും. അതൊക്കെ അവരെ അടവ പാത്തു. വെറുതെ പറയായിരിക്കും, ഒരു ആവശ്യം കാണില്ല. നമ്മളെ ഡാൻസ് കൊളാക്കണല്ലോ. പിന്നെ കോമ്പറ്റീഷൻ അല്ലേ? ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? നാളെയാണ് പരിപാടി. ഇത് എപ്പോ പഠിച്ചു തീരും? കറക്റ്റ്. നാളേക്ക് എനിക്ക് പഠിക്കാൻ കഴിയെന്ന് തോന്നുന്നില്ല. അതൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ പാറസ് പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ. ഞങ്ങളുടെ നോക്കി ഇങ്ങനെ കളിച്ചാ മതി. അന്നേച്ചിക്ക് പറ്റും. എന്നാ നമുക്കിനി തുടങ്ങാം. ഓ, അടുത്തതെത്തി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവര് നമ്മളെ ഡാൻസ് കൊളാക്കാൻ നിൽക്കായിരിക്കും. പിന്നെ അത് കൊളാക്കേണ്ട ആവശ്യമൊന്നുമില്ല, മൊത്തം കൊളായിരിക്കും. പിന്നെ ഞങ്ങളായിട്ട് എന്തിനു കൊളാക്കുക? മിണ്ടാതെ നിന്നോ, അല്ലെങ്കിൽ തന്നെ ദേഷ്യം പിടിച്ച് നിൽക്കുക. ഓഹോ, എന്നാ ശരി, നാളെ കൊളാവല്ല ഡാൻസ് പഠിച്ചോളൂ. അതെന്താ ഉസ്മാനെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നിങ്ങളല്ലേ കളിക്കുന്നേ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവരെ കാണാനല്ലേ? എന്നാ അവരെ അടുത്തൊക്കെ പോയിക്കോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, ഞാൻ വന്ന കാര്യം പറയാൻ മറന്നുപോയി. ഓ, തമ്പുരാൻ എന്തിനാ വന്നേ? ഉണ്ണിക്കുട്ടനെയും സച്ചേട്ടനെയും കാണാനല്ലേ? അവര് റൂമിലുണ്ട്. അവരോട് മാത്രമല്ല, നിങ്ങളോട് പറയാനുണ്ട്.
നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ശരി ക്ലാര, നമുക്ക് പോവാം. ഞാൻ മമ്മിയോട് പറഞ്ഞിട്ട് വരാം. മമ്മി, ഞാൻ ഇപ്പോ വരാവേ. നീ എങ്ങോട്ടാ പോകുന്നേ? ഈ സ്ഥലമൊക്കെ ക്ലാരയ്ക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഓക്കേ ജുവൽ, ദൂരത്തേക്കൊന്നും പോയേക്കരുതേ. ഡോണ്ട് വെറി മാം, ഞങ്ങൾ ദൂരത്തേക്കൊന്നും പോകത്തില്ല. ഓക്കേ, ബി കെയർഫുൾ. ഓക്കേ മമ്മി, ബൈ. ബൈ മോളു. ക്ലാര, എന്നാ നമുക്ക് പോവാം. ഇവിടെ എല്ലാം ചെറിയ വീടാണല്ലോ. ഇവിടെ വെച്ച് തന്നെ ഏറ്റവും വലിയ വീട് എന്റെയാ. അത് നീ പറയേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടാ തന്നെ അറിയാലോ, കൊട്ടാരമല്ലേ. പിന്നല്ലാതെ എന്റെ വീടിന്റെ അടുത്ത് ഇതൊക്കെ വെറും കുടില് മാത്രം. അല്ല, നാളെ നിന്റെ ഏറ്റവും വലിയ ശത്രുവായ പാറൂസിന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് അല്ലേ? നിന്നെ ഇൻവൈറ്റ് ചെയ്തില്ലേ? അവളെ അമ്മ വന്നിരുന്നു പറയാൻ. എന്നിട്ട് നീ പോകുന്നുണ്ടോ? പിന്നല്ലാതെ അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല. നാളെ അവര് കുറെ ഗെയിംസും വെക്കുന്നുണ്ട്. അതിൽ എനിക്ക് അവളെ തോൽപ്പിച്ചേ മതിയാവൂ ക്ലാര. അല്ല, അവരെ കസിന് വന്നിട്ടുണ്ടല്ലേ അമേരിക്കന്ന്? വന്നിട്ടുണ്ടെന്ന് മമ്മി പറയുന്നത് കേട്ടു, ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത് നന്ദു അല്ലേ? എവിടെ? അതാ അങ്ങോട്ട് നോക്ക്. ആ, അത് നന്ദു തന്നെ. അല്ല, അവനെന്താ അവിടെ നിൽക്കുന്നേ? ലുക്ക് ആയിട്ടുണ്ടല്ലോ അതിന്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ നീ ഇപ്പൊ പറയണ്ട. നീ മാത്രമല്ല, ആരും പറയണ്ട. എന്റെ പൊന്നോ, ഞാനൊന്ന് പറഞ്ഞില്ലേ. വാ, നമുക്ക് പോയി നോക്കാം. ആ, ഇതാരൊക്കെയാ? നിങ്ങളെന്താ ഇവിടെ? അത് പിന്നെ ക്ലാരയ്ക്ക് ഇവിടെ എല്ലാം കാണണമെന്ന് പറഞ്ഞപ്പോ. ഓ അങ്ങനെ. എന്നാലും നന്ദു, നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്ത്? അല്ല, നാളെ ഹൗസ് വാമിംഗ് അല്ലേ? ഓ അതോ, അമ്മ വന്നിരുന്നില്ലേ അങ്ങോട്ട്? അമ്മ വന്നിരുന്നു. എന്നാലും അമ്മ വന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോ ഞാൻ പറയണമെന്നൊന്നുമില്ലല്ലോ. എന്നാലും നന്ദു, നമ്മള് ഫ്രണ്ട്സ് അല്ലേ, ഒന്ന് പറയാമായിരുന്നു. സോറി എന്റെ ജുവൽ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അച്ഛന്റെ കൂടെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ പോയതായിരുന്നു. ഇനിയിപ്പോ ഞാൻ വിളിച്ചില്ല എന്ന് വെച്ച് താൻ വരാതിരിക്കണ്ട. നാളെ രാവിലെ തന്നെ അങ്ങോട്ട് എത്തിക്കോളണം, കേട്ടല്ലോ. നീ മാത്രമല്ല, ക്ലാരയും. ഞാനോ? താനും വരണം ജുവലിന്റെ കൂടെ. ഞാനെങ്ങനെ വരാനാ? ഒന്നാമതേ നിന്റെ കസിൻ അല്ല, പിന്നെ നൈബേഴ്സും അല്ല, പിന്നെ ഞാനെങ്ങനെ? ഓ എന്റെ ക്ലാര, നീ എന്റെ ഫ്രണ്ട് അല്ലേ? നമ്മൾ ഒരേ ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ. താൻ എന്തായാലും ജുവലിന്റെ കൂടെ വന്നേക്കണം. അതെ, ഞാനെന്തായാലും ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് നിങ്ങളെ ഇഷ്ടം. എന്നാ ശരി നന്ദു, ബൈ, സീ യു ടുമോറോ. ഓക്കേ ജുവൽ. ജുവൽ, തനിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല നന്ദു. എങ്ങനെ പറ്റാനാ? വീയാൻ പോയപ്പോയേക്കും നന്ദു പിടിച്ചില്ലേ? ഈശ്വരാ, ഇവരെന്നെ കൊല്ലും. ഉസ്മാനെ, ഇത് കാണാനാണോ താൻ വിളിച്ചോണ്ട് വന്നേ? അത് പിന്നെ അതാണ് ഞങ്ങൾ പറയുന്ന ജുവൽ, പാറൂസിന്റെ മെയിൻ ശത്രു. ഓ ജുവൽ. ഈശ്വരാ, ഞാൻ പെട്ട്. അവര് കണ്ടു കാണോ? ഓഹോ, അവരുണ്ടായിരുന്നു അവിടെ. ജുവൽ, എന്നാ താൻ പൊക്കോ. നീ എന്തിനാ നന്ദു അവരെ പേടിക്കുന്നേ? പേടിയൊന്നും ഉണ്ടായിട്ടില്ല, താൻ പൊക്കോ. ശരി, സീ യു ടുമോറോ, ബൈ. അല്ല, ബാക്കിയുള്ളവരൊക്കെ എന്തേ? താൻ എന്തിനാ നന്ദു അവളോണ്ട് മിണ്ടാൻ പോയേ? അവൾ ഇങ്ങോട്ട് മിണ്ടുമ്പോ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് ശരിയാണോ? ദേവേച്ചി, വാ, നമുക്ക് പോവാ. ഉസ്മാനെ, നീ അങ്ങോട്ട് വാ. ഈശ്വരാ, നിന്റെ ഒറ്റ പണിയാ. അതിന് ഞാനെന്താ ചെയ്തേ? ആ ജുവൽ ഇപ്പൊ വരുന്നത് എനിക്കറിയോ. അതിന്റെ ഇടയില് അവളെ വീയലും. ഇനിയിപ്പോ അവരെന്നോട് മിണ്ടോ? മിണ്ടാതൊന്നും നിക്കത്തില്ല. പക്ഷേ എന്താടാ? ഒന്നുമില്ല. എന്താ നീ പറ. അത് പിന്നെ നീ ചിരിക്കാതെ കാര്യം പറ. അത് പിന്നെ അവള് വീയാൻ പോയപ്പോ താൻ പിടിച്ചില്ലേ? അതോടെ കണ്ടപ്പോ അവർക്ക് നല്ല കലിപ്പായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അവളോട് സംസാരിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടല്ല. ഇനിയിപ്പോ അവരെന്നോട് മിണ്ടോ? അല്ല, താനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കല്ലായിരുന്നോ? അപ്പൊ അവര് ഇതൊന്നും കാണത്തില്ലായിരുന്നു. ഇനിയിപ്പോ എന്നെ പറഞ്ഞോ? ദാളിയാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീ പറഞ്ഞതുപോലെ നിനക്കറിയാലോ ജുവലിനോട് മിണ്ടിയാലുള്ള അവസ്ഥ. ഓ എന്റെ പൊന്നോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. അല്ലടാ തുമ്പി, നീ എന്നോട് മിണ്ടോ? അതെന്താ തുമ്പിക്ക് ഇത്ര പ്രത്യേകത? അത് പിന്നെടാ, തുമ്പിനെ പറഞ്ഞപ്പോ മുഖത്ത് ഒരു പ്രകാശമൊക്കെ വരുന്നുണ്ടല്ലോ. ഒന്ന് പോടാ. എന്താ കാര്യം? പറ. അത് പിന്നെ ഒന്നുമില്ല. ഒന്നുമില്ലാതെ നിക്കത്തില്ല, എന്തോ ഒന്നുണ്ട്. ഇല്ലടാ, അത് നിനക്ക് വെറുതെ തോന്നുന്ന. ശരി, അങ്ങനെയായ തനിക്ക് കൊള്ളാം. അല്ലെങ്കിൽ അവളെ എടുത്ത് നിന്ന് കൊള്ളും. നീ എന്താ ജുവൽ ആലോചിക്കുന്നേ? ഒന്നുമില്ല ക്ലാര. അല്ല, ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? അത് പിന്നെ താൻ എന്നോട് ദേഷ്യപ്പെടരുത്. നോ ക്ലാര, താൻ പറ. ഞാനിപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ, പിന്നെ താൻ ദേഷ്യപ്പെടുമെന്നോർത്ത് ചോദിക്കാതിരുന്നതാ. നീ ചോദിക്ക് ക്ലാര. നീ പറഞ്ഞാലല്ലേ എനിക്ക് മറുപടി തരാൻ പറ്റൂ. അത് പിന്നെ ഇവരിനിയും പോയില്ലേ? നീ പ്രോമിസ് താ, എന്നെ വഴക്കൊന്നും പറയത്തില്ലാന്ന്. എന്റെ ക്ലാര, പ്രോമിസ്. ഇനി എന്തെങ്കിലും ഒന്ന് പറയോ? അത് പിന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ട്ടോ. പറയാണെങ്കിൽ വേഗം പറ. നീയും നന്ദൂട്ടനും? ഞാനും നന്ദൂട്ടനും? ഐ മീൻ, നിനക്ക് അവനെ ഇഷ്ടാണോ? ഇതാ
നീ പറ. അത് പിന്നെ ക്ലാര. ജുവൽ. യെസ് മമ്മി, ദാ വരുന്നു. ക്ലാര വാ, മമ്മി വിളിക്കുന്നു. ഷോ, അവര് പോയല്ലോ. മുഴുവനും കേൾക്കാൻ കഴിഞ്ഞില്ല. അല്ല, ഇനിയിപ്പോ ജുവലിനെ നന്ദൂട്ടനെ ഇഷ്ടം കാണുമോ? ഇനിയിപ്പോ നന്ദൂട്ടനും അങ്ങനെ തന്നെ ആയിരിക്കോ? അവനോട് പോയി പറഞ്ഞാലോ? അല്ലേ വേണ്ട, അവള് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കണ്ടുപിടിക്കാം, ഇനിയും ടൈം ഉണ്ടല്ലോ. അവരുടെ അടുത്തേക്ക് പോയോകട്ടെ. ഡാൻസ് എന്തായി ആവോ? ജുവൽ, ഈ പിള്ളേരുടെ ഇവിടെ പോയി? അധിക ദൂരത്തേക്കൊന്നും പോരുതെന്ന് ഞാൻ പറഞ്ഞതാ അവരോട്. ജുവൽ, മമ്മി ദാ വരുന്നു. ജുവൽ, ഇത്രയും ടൈം നീ എവിടെയായിരുന്നേ? അധിക ടൈം ഒന്നും ആയിട്ടില്ലല്ലോ മമ്മി. ശരി, രണ്ടാളും വാ. ലഞ്ച് റെഡി ആയിട്ടുണ്ട്. രണ്ടാളും വേഗം വാ, മമ്മി എടുത്തു വെക്കട്ടെ. ശരി മമ്മി, മമ്മി എടുത്തു വെക്കുമ്പോഴേക്കും ഞങ്ങൾ എത്തിയിരിക്കും. ഡി, ഞാൻ പറഞ്ഞതിന് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ എന്താ പറഞ്ഞേ? ഞാൻ നേരത്തെ നിന്നോടൊരു കാര്യം ചോദിച്ചില്ലേ, അതിന് മറുപടി താൻ തന്നില്ലല്ലോ. നന്ദൂട്ടന്റെ കാര്യാണോ? അതെ. അത് പിന്നെ ഞാൻ എങ്ങനെയാ പറയാ? ഇനി താൻ പറയണ്ട, എനിക്ക് മനസ്സിലായി. നീ ആരോട് പറയല്ലേ. അതെന്താ, നിനക്കെന്നെ വിശ്വാസല്ലേ? ഈ വിശ്വാസക്കുറവ് കൊണ്ടൊന്നല്ല. പിന്നെ ഇപ്പോ ആരും അറിയണ്ട, അത്ര തന്നെ. അല്ല, ഇത് നന്ദൂട്ടൻ അറിയോ? എനിക്കറിയത്തില്ല. ഇനിയിപ്പോ നന്ദൂട്ടനും നിന്നെ ഇഷ്ടം കാണുമോ? അവന് നിന്നോട് ഒന്നും പറയാതിരിക്കുകയാണെങ്കിലോ? അങ്ങനെ ആയിരിക്കൂടാ. എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. താൻ വീയാൻ പോയപ്പോ തന്നെ പെട്ടെന്ന് അവൻ നിന്നെ രക്ഷിച്ചില്ലേ? എനിക്ക് തോന്നുന്നത് അവനും നിന്നെ ഇഷ്ടാണ്. ക്ലാര, നീ പറയുന്നത് സത്യാണോ? എനിക്ക് ഉറപ്പൊന്നുമില്ല, എങ്കിലും ഒരു സംശയം. ഇനിയും ടൈം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. നാളെ നീ ഫംഗ്ഷന് ഉണ്ടാവൂലേ? ഉറപ്പില്ലടാ. നീ എന്തായാലും വരണം. നിന്നെ നന്ദൂട്ടൻ ക്ഷണിച്ചതല്ലേ. പോരാത്തതിന് നീയുടെ ഉണ്ടെങ്കിൽ എനിക്കും ഒരു സന്തോഷ. അല്ല, അവരാരും നിന്നോട് മിണ്ടത്തില്ലേ? ഗേൾസിനോടൊന്നും ഞാൻ മിണ്ടാറില്ല. പിന്നെ ആവണേച്ചിയോട് പിന്നെ ഞാൻ മിണ്ടും. പിന്നെ ഉണ്ണിക്കുട്ടനോടും നന്ദൂട്ടനോടും ഞാൻ മിണ്ടാറുണ്ട്. അതുപോലെ ഉസ്മാനോടും. ബാക്കി ഒന്നിനും എനിക്കിഷ്ടല്ല. അല്ല, താനെന്താ നാളെ പ്ലാൻ ചെയ്യുന്നേ? പ്ലാൻ ചെയ്തിട്ടില്ല, ചെയ്യണം. എല്ലാ ഗെയിംസിലും എനിക്ക് അവളെ തോൽപ്പിച്ചേ മതിയാവൂ. ഗെയിംസ് മാത്രമല്ല, ഡാൻസും ഉണ്ടെന്ന് കേട്ടു. അതാര് പറഞ്ഞു? അവളെ അമ്മ വന്നിരുന്നല്ലോ, അപ്പോ മമ്മിയോട് പറയുന്നത് കേട്ടതാ. അങ്ങനെ. ഞാൻ കരുതി നിന്നോട് പറഞ്ഞതായിരിക്കുമെന്ന്. നോ, എന്നോട് ആരും